ഹരേ കൃഷ്ണ. ഏവർക്കും ദശാവതാരം പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം 10ാമത്തെ അവതാരമായ ശ്രീ കൽക്കി അവതാരം. ദശാവതാരത്തിലെ ഏറ്റവും ഒടുവിലത്തെ അവതാരമാണ് കൽക്കി അവതാരം. കൽക്കി അവതാരത്തെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കൽക്കി അവതാരത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇതുനാൾ വരെയും നമ്മൾ കണ്ട ദശാവതാരത്തിലെ 9 അവതാരങ്ങളും ഇതിനോടകം തന്നെ വന്നു പോയിക്കഴിഞ്ഞവയാണ്. ഇനി വരാനിരിക്കുന്ന ഒരേ ഒരു അവതാരമാണ് ദശാവതാരത്തിലെ കൽക്കി അവതാരം. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, മധ്യഭാരതത്തിൽ ശബളം എന്ന ഗ്രാമത്തിൽ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണ ഉത്തമന്റെ പുത്രനായി കൽക്കി ഭഗവാൻ അവതരിക്കുന്നു. ആ അവതാരത്തിൽ അദ്ദേഹം ദേവദത്തം എന്ന വെളുത്ത കുതിരയിൽ ഖഡ്ഗധാരിയായി വരുമെന്നാണ് ഭാഗവതം പറയുന്നത്. അദ്ദേഹം വന്നിട്ട് പത്മാവതി എന്ന കന്യകയെ വിവാഹം ചെയ്യുമെന്നും ഭാഗവതത്തിൽ പറയും. കൽക്കി അവതാരം വരുന്നത് കലിയുഗത്തിന്റെ അവസാനമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ യുഗസന്ധ്യയിലാണ് കൽക്കി അവതാരമെടുക്കുന്നത്. ഓരോ ദിവസവും 3 സന്ധ്യകളാണുള്ളത്. അതിനെ നമ്മൾ ത്രിസന്ധ്യകൾ എന്ന് പറയും. അതുപോലെ 2 യുഗങ്ങൾ ചേരുന്ന ആ സാഹചര്യത്തെ നാം യുഗസന്ധ്യ എന്ന് പറയും. അതായത് കലിയുഗത്തിന്റെ അവസാനവും കൃതയുഗത്തിന്റെ തുടക്കവും. കൽക്കി ഭഗവാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തതുപോലെയോ ശ്രീ ബുദ്ധൻ ചെയ്തതുപോലെയോ ധർമ്മോപദേശം ഈ അവതാരത്തിൽ ഉണ്ടാകില്ല. ഈ അവതാരത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം ആസുരിക ശക്തികളെ ഉന്മൂലനാശനം ചെയ്യുക എന്നത് മാത്രമാണ്. ഇവിടെ ഉപദേശത്തിന് പ്രസക്തി ഉണ്ടാവില്ല. കൽക്കി ഭഗവാന്റെ അവതാരത്തിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട പാഠമെന്താണ്? കൽക്കി ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ആസുരിക ശക്തികളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റും മാത്രമല്ല ആസുരിക ശക്തികളുള്ളത്, നമ്മുടെ ഉള്ളിലും ആസുരികമായ ശക്തികളുണ്ട്. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആസുരിക ശക്തികളെ നശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. എവിടെ ഭഗവത് നാമസ്മരണയുണ്ടോ, എവിടെ ഭഗവാന്റെ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നുവോ, എവിടെ ഭഗവാന്റെ ശാസ്ത്രങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നുവോ, അവിടെ ആസുരിക ശക്തികൾക്ക് ഇടമില്ല. നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ശക്തികളെയും നാം നശിപ്പിക്കുക തന്നെ വേണം. അതിന് ഭഗവാന്റെ നാമവും ഭഗവാന്റെ സ്മരണയും നമ്മെ സഹായിക്കും. കൽക്കി ഭഗവാൻ എല്ലാ ആസുരിക ശക്തികളെയും നശിപ്പിച്ചതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കാമം, ക്രോധം, ലോഭം, മോഹം ഇതെല്ലാം നശിപ്പിക്കപ്പെടും. ഹരേ കൃഷ്ണ.